നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാൻ 11.43 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിൽ. ഉറ്റവർ മൃതദേഹം ഏറ്റുവാങ്ങിയില്ല. നാരായണന് ചിതയൊരുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാൽ. ലോകകപ്പ് ഫുട്ബോൾ പോർച്ചുഗൽ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും ഉയരം കൂടിയ കട്ടൌട്ട് സ്ഥാപിച്ച് പോർച്ചുഗൽ ഫാൻസ്. 62 അടിയോളം ഉയരമുള്ള കട്ടൌട്ടാണ് പൂച്ചക്കാട്ടെ റൊണാൾഡോ ഫാൻസ് സ്ഥാപിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ ലഹരി വിരുദ്ധ റാലി. ചന്ദേര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. ജനാധിപത്യത്തെ കശാപ്പു ചെയ്തവർ ജനാധിപത്യാവകാശങ്ങളെക്കുറിച്ച് വാചാലരാകുന്നുവെന്ന് BJP സംസ്ഥാന വക്താവ് TP ജയചന്ദ്രൻ. അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം നടന്നു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. തൂഫാൻ ദി നാർക്കോ ഹണ്ട് ക്യാമ്പയിൻ ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാൻ കാസർഗോഡ് ജില്ലയിൽ ലഹരിവേട്ട ശക്തമാക്കി പോലീസ്. 11.43 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിൽ. ലഹരി മാഫിയക്കെതിരെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ശക്തമായ പരിശോധനകളുടെ ഭാഗമായി ജില്ലയിൽ വൻ മയക്കുമരുന്നുവേട്ട. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി 11.43 ഗ്രാം മാരക മയക്കുമരുന്നായ MDMA-യുമായി 3 യുവാക്കളെ പോലീസ് പിടികൂടി. മേൽപ്പറമ്പ് SI അഖിൽ ടിയും സംഘവും നടത്തിയ വാഹന പരിശോധനയിൽ മഹീനാബാദ് സ്വദേശി അബ്ദുൾ സിയാദ് UM, പൊയ്നാച്ചി സ്വദേശി സുനിൽ രാജ് K എന്നിവർ പിടിയിലായി. ദേളി ജംഗ്ഷനിൽ വച്ച് പൾസർ ബൈക്ക് തടഞ്ഞു നിർത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച 2ാം പ്രതിയെ ഉൾപ്പെടെ പോലീസ് പിടികൂടുകയായിരുന്നു. അബ്ദുൾ സിയാദിന്റെ പോക്കറ്റിലെ സിഗരറ്റ് കൂടിനുള്ളിൽ നിന്നും 6.43 ഗ്രാം MDMA കണ്ടെടുത്തു. പൊയ്നാച്ചിയിലെ സഹദ് നൽകിയ ലഹരിമരുന്നാണിതെന്ന് പ്രതികൾ സമ്മതിച്ചു. ഡിജിറ്റൽ ത്രാസ്, ഫോണുകൾ, ബൈക്ക് എന്നിവ കസ്റ്റഡിയിലെടുത്ത് SI അഖിൽ ടി, ജൂനിയർ SI ഷൈജു U, പ്രമോദ് TK, രജീഷ് M, സജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കാസർഗോഡ് ടൗൺ പോലീസും ജില്ലാ ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി കൂഡ്ലു RD നഗർ ജംഗ്ഷനു സമീപം നടത്തിയ പരിശോധനയിൽ ചെമ്മനാട് ദേളി സ്വദേശി മുഹമ്മദ് റയീസ് BK-യെ അറസ്റ്റ് ചെയ്തു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രതിയിൽ നിന്നും 5 ഗ്രാം MDMA, 15,500 രൂപ, 2 സ്മാർട്ട് ഫോണുകൾ എന്നിവ പിടിച്ചെടുത്തു. SI മൗഷമി CR, സതീഷ് ബാബു, സതീശൻ, ജെയിംസ്, ഭക്തശൈവൻ, നിജിൻ കുമാർ, അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകൾ വരും ദിവസങ്ങളിലും ജില്ലയിൽ ശക്തമായി തുടരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചെർക്കള ബാലനിടുക്കയിൽ ചികിത്സാ കേന്ദ്രത്തിൽ പോലീസ് പരിശോധന. ഉസ്താദ് ഷിഹാബുദ്ദീൻ ഫൈസിയുടെ വീട്ടിലാണ് പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്ത പരിശോധന നടന്നത്. വ്യാജ ചികിത്സയും ആഭിചാരക്രിയകളും നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. വ്യാജ ചികിത്സയും ആഭിചാരക്രിയകളും നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി VD സതീശന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ചികിത്സാ കേന്ദ്രത്തിൽ പോലീസ് പരിശോധന. ചെർക്കള ബാലനിടുക്കത്ത് പ്രവർത്തിക്കുന്ന ദാറുൽ അമാൻ എന്ന ചികിത്സാ കേന്ദ്രത്തിലാണ് വിദ്യാനഗർ SI അനൂപും ആരോഗ്യവകുപ്പ് അധികൃതരും സംയുക്തമായി പരിശോധന നടത്തിയത്. റെയ്ഡിൽ എന്തൊക്കെ കണ്ടെത്തിയെന്ന് വ്യക്തമല്ല. ചികിത്സ തേടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ദിവസേന നിരവധി ആളുകളാണ് ദാറുൽ അമാൻ എന്ന ചികിത്സാ കേന്ദ്രത്തിലെത്തുന്നത്. വ്യാജ ചികിത്സയാണ് ഇവിടെ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നതെന്നാണ് സൂചന. ഇതേ തുടർന്ന് പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. ചികിത്സാ പ്രവർത്തനങ്ങൾ നിയമാനുസൃതമാണോ എന്നും ലൈസൻസ് ഇല്ലാതെ ചികിത്സ നടത്തിയിട്ടുണ്ടോ എന്നും ആഭിചാരക്രിയയുടെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയോ സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്നതുമാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. പരിശോധനയ്ക്കിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ, മരുന്നുകൾ, മറ്റ് സാമഗ്രികൾ എന്നിവ ഉദ്യോഗസ്ഥർ പരിശോധിച്ചതായാണ് വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സ്കൂൾ മുറ്റത്ത് കഞ്ചാവ് ചെടി. കുമ്പള ബംബ്രാണ GBLP സ്കൂൾ മുറ്റത്താണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. അടച്ചിട്ട കെട്ടിടത്തിന്റെ വരാന്തയോട് ചേർന്നാണ് ചെടി വളർന്നത്. ചെടിക്ക് 50 സെന്റിമീറ്റർ ഉയരമുണ്ട്. കുമ്പള എക്സൈസ് അധികൃതർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഉറ്റവർ മൃതദേഹം ഏറ്റുവാങ്ങിയില്ല.
നാരായണന് ചിതയൊരുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാൽ. വായിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട മഞ്ചേശ്വരം താലൂക്കിലെ മീഞ്ച പഞ്ചായത്തിലെ ചിഗുരുപദവ് സ്വദേശിയായ നാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഉറ്റവർ എത്തിയില്ല. ഒരു മാസം മുൻപാണ് നാട്ടിലെ കടവരാന്തയിൽ ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാതെ മൃതപ്രായനായി കഴിഞ്ഞിരുന്ന നാരായണന്റെ ദയനീയാവസ്ഥ വാർഡ് മെമ്പർ ഷെരീഫ് ചിനാല, ജില്ലാ പഞ്ചായത്ത് മെമ്പറും വനിതാ ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാലിനെ അറിയിക്കുന്നത്. ഉടനെ സ്ഥലത്തെത്തിയ അവർ ജില്ലാ കളക്ടറെയും ജില്ലാ മെഡിക്കൽ ഓഫീസറെയും കാര്യങ്ങൾ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ പ്രവർത്തകർ കുളിപ്പിച്ച് വൃത്തിയാക്കി പ്രാഥമിക ശുശ്രൂഷ നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഒരു മാസമായി അവിടെ അത്യാഹിക വിഭാഗത്തിൽ ചികിത്സ തുടരുന്നതിനിടെയാണ് നാരായണൻ മരണത്തിന് കീഴടങ്ങിയത്. മരണപ്പെട്ട വിവരം മഞ്ചേശ്വരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചിരുന്നു. എന്നാൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കളാരും തയ്യാറായില്ല. 2 ഭാര്യമാരും മക്കളും സഹോദരിയും മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇർഫാനയ്ക്ക് സമ്മതപത്രം നൽകി കൈയൊഴിയുകയായിരുന്നു. മൃതദേഹം വിട്ടുകിട്ടുന്നതിനു വേണ്ടിയുള്ള കുടുംബത്തിന്റെ സമ്മതപത്രം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കൈമാറി. ആംബുലൻസിൽ ഉപ്പളയിലെത്തിച്ച മൃതദേഹം ചെറുകോളി പൊതുശ്മശാനത്തിലെത്തിച്ചു. മകളുടെ സ്ഥാനത്തു നിന്ന് ഹൈന്ദവ ആചാരപ്രകാരം ഇർഫാന ഇക്ബാൽ ചിതയ്ക്ക് തീ കൊളുത്തി അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തകരായ റിയാസ് പിലാത്തറ, മെഹമ്മൂദ് കൈക്കമ്പ തുടങ്ങിയവരും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ആദ്യമായിട്ട് ചിത്രപാതയിൽ നിന്ന് നമുക്കൊരു ഫോൺ കോൾ വന്നു. അവിടുത്തെ ഷെരീഫ് മെമ്പറിൻ്റെ. എന്നിട്ട് നാരായണൻ പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയുണ്ട്, ആരും നോക്കാൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് സായിദ് ട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കാമെന്നാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായത്. ആ സമയത്ത് അവർ അത്ര ഒരു കണ്ടീഷനിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കളക്ടറിനെ വിളിച്ച് സംസാരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പെരിയത്തേക്കാണ് ആദ്യം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. ഇന്ന് പെരിയത്ത് അവർ റെഫർ ചെയ്തിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചികിത്സയിലായിരുന്നു. ക്യാൻസർ ബാധിതരായ 4th സ്റ്റേജ് ആയിരുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ബന്ധുക്കളടുത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് ഇൻഫോർമേഷൻ കൊടുത്തു. എന്നാലും അവർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ നമ്മളിന്ന് ഏറ്റെടുത്ു. ഇന്ന് ബോഡി അടക്കം ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ് അവശന നിലയിൽ രോഗബാധിതനായിട്ട് കിടന്നിട്ടുണ്ടായി. അപ്പോൾ അവിടെ നിന്നാണ് കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളാരും ഏറ്റെടുക്കാതെ നിന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാൻ ഇക്ബാലിനെ വിളിച്ച് ഞാൻ അറിയിക്കുകയും ചെയ്ത് അവർ വന്നിട്ടാണ് അദ്ദേഹത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ബന്ധുക്കൾക്കും വീട്ടുകാർക്കും അറിയിച്ചിരുന്നു. എന്നിട്ട് മയ്യത്ത് പോലും ഏറ്റുവാങ്ങാൻ ആരും തയ്യാറില്ലാത്ത സ്ഥിതിക്ക് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണും അതും ചേർന്നിട്ട് അതിനെ ദഹിക്കുകയും ചെയ്തു. ഞങ്ങളപ്പടി ഹിന്ദു രുദ്രഭൂമിയിൽ അദ്ദേഹത്തെ മരണാന്തര ചടങ്ങുകൾ ചെയ്തു. ഉറ്റവർ നഷ്ടപ്പെട്ട് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട 50ഓളം മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഉപ്പളയിലെ ഷെയ്ഖ് സായിദ് വൃദ്ധമന്ദിരം സ്ഥാപകയാണ് ജില്ലാ പഞ്ചായത്ത് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഇർഫാന. ഇവരുടെ മനുഷ്യത്വപരമായ സമീപനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റുകയാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ചരിത്രം കുറിച്ച പോർച്ചുഗൽ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും ഉയരം കൂടിയ കട്ടൌട്ട് സ്ഥാപിച്ച് പോർച്ചുഗൽ ഫാൻസ്. കാസർഗോഡ് പൂച്ചക്കാട്ടെ റൊണാൾഡോ ഫാൻസാണ് വടക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഈ കട്ടൌട്ട് സ്ഥാപിച്ചത്.
ഫുട്ബോൾ കളിയുടെ ഈറ്റില്ലമായ പള്ളിക്കര പഞ്ചായത്തിലെ പൂച്ചക്കാട് ടൗണിലാണ് പോർച്ചുഗലിൻ്റെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂറ്റൻ കട്ടൗട്ട് ആരാധകർ ഉയർത്തിയത്. ഏകദേശം 4 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള 62 അടിയോളം ഉയരമുള്ള കട്ടൗട്ടാണ് കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ആരാധകർ ചേർന്ന് ഉയർത്തിയത്. 1 ലക്ഷത്തോളം രൂപയും 10 ദിവസത്തെ അധ്വാനവുമാണ് ഇവർ ഇതിനായി നീക്കിവെച്ചത്. ലോകകപ്പ് ഫുട്ബോൾ കളിച്ച 6 മത്സരങ്ങളിലും ഗോൾ നേടി ചരിത്രം കുറിച്ച പോർച്ചുഗൽ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വടക്കൻ കേരളത്തിൽ സ്ഥാപിച്ച ഏറ്റവും ഉയരം കൂടിയ കട്ടൗട്ട് ഇതെന്നാണ് ആരാധകരുടെ അവകാശവാദം. ഏകദേശം 4 നില കെട്ടിടത്തിന് ഉയരത്തോളം വലിപ്പമുള്ള ഭീമൻ കട്ടൗട്ടാണ് ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്ഥാപിച്ചിട്ടുള്ളത്. പോർച്ചുഗൽ ഫാൻസിനോടൊപ്പം മറ്റുള്ള മുഴുവൻ ഫാൻസുകൾ, പൂച്ചക്കാട് എന്ന പ്രദേശത്തെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കൂറ്റൻ കട്ടൗട്ട് ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഏകദേശം 10 ദിവസത്തോളം എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള കട്ടൗട്ട് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനായി ഏകദേശം 1 ലക്ഷത്തോളം രൂപയാണ് ഇതിനായിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉസ്ബെക്കിസ്ഥാനെതിരെ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ റൊണാൾഡോ 2 ഗോൾ നേടുന്ന സുന്ദര മുഹൂർത്തത്തിലാണ് അദ്ദേഹത്തിൻ്റെ കട്ടൗട്ട് വാനിൽ ഉയർന്നത്. മഴ നനഞ്ഞാലും മോശമല്ലാത്ത രീതിയിലാണ് കട്ടൗട്ട് ഒരുക്കിയിട്ടുള്ളത്. ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്ന വിവിധ രാജ്യങ്ങളിലെ താരങ്ങളുടെ കൂറ്റൻ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും നാടുനീളെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമാണ് റൊണാൾഡോയുടെ ഈ കട്ടൗട്ട്. കാണികൾക്കിത് വേറിട്ട കാഴ്ചയായതോടൊപ്പം വലിയ കൗതുകവുമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പൂച്ചക്കാട്. സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ ചന്ദേര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി നടത്തി. വിവിധ സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ പങ്കെടുപ്പിച്ചാണ് റാലി സംഘടിപ്പിച്ചത്. ചന്ദേര ജനമൈത്രി പോലീസ് വിവിധ സ്കൂളുകളിലെ കുട്ടി പോലീസ് യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് തൃക്കരിപ്പൂർ ടൗണിൽ ലഹരി വിരുദ്ധ റാലി നടത്തിയത്. തങ്കയം മുക്കിൽ നിന്നും തൃക്കരിപ്പൂർ ടൗണിലേക്ക് നടത്തിയ ലഹരി വിരുദ്ധ റാലിയിൽ തൃക്കരിപ്പൂർ, പടന്നാക്കടപ്പുറം, ഉദിനൂർ, ചെറുവത്തൂർ, കുട്ടമത്ത് തുടങ്ങിയ സ്കൂളുകളിലെ SPC കേഡറ്റുകളാണ് അണിനിരന്നത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ TS നജീബ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി കേരളം ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലായിരുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും അറിവുകളിലും അതോടൊപ്പം തന്നെ നാട്ടിലുള്ള അനുഭവങ്ങളിലൂടെയും അത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. ഈ ലഹരി ഉപയോഗം എന്നുള്ളത് ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അത് ഉപയോഗിക്കുന്ന ആളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നാടിന് ഒരു പൊതുശല്യമായി മാറുന്ന രീതിയിലേക്ക് അത് മാറുന്നു. നാട്ടിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്നു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ MV ഷിജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, SI VM മധുസൂദനൻ, EK ബൈജ, PP ഷിബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. ദിനാചരണ ഭാഗമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാന വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ലഹരിക്കാരെ പിടിച്ചുകെട്ടുന്നതിലുപരി സമൂഹത്തെ ഇതുവഴി ബോധവൽക്കരിക്കുക കൂടിയാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അൻവർ സാദത്ത് പി. മൊഗ്രാലിൽ ദേശീയവേദി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനത്തിൽ
ഓപ്പറേഷൻ തൂഫാനിനോടൊപ്പം എന്ന പരിപാടിയിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ പോരാട്ടം പോലീസിന്റെയും എക്സൈസിന്റെയും മാത്രം ഉത്തരവാദിത്തമാണെന്ന തെറ്റായ ധാരണകളിൽ നിന്ന് സമൂഹത്തെ ഉണർത്തുക എന്നതുകൂടിയാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്തുകളിലൊന്നാണ് ലഹരി ഉപയോഗവും വിൽപ്പനയും. ഇത് MDMAയിൽ ഒതുങ്ങുന്നതല്ല. മദ്യം, മയക്കുമരുന്ന്, പുകയില തുടങ്ങിയവയുടെ ഉപയോഗം സമൂഹ പുരോഗതിക്കും കുടുംബത്തിനും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ഏറിവരുന്നു. ഇതിൽ വിദ്യാർത്ഥി സമൂഹവും അടിമകളാകുന്നുവെന്നും ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിന് സന്നദ്ധ സംഘടനകൾക്കുള്ള പങ്ക് വലുതാണെന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അൻവർ സാദത്ത് പി പറഞ്ഞു. അറബിയിൽ ഖംർ എന്നാണ് ഇതിന് പറയുന്നത്. മദ്യത്തിന് പറയുന്ന പേര് എന്താണ്? ഖംർ എന്നാണ്. എന്താണ്? ബുദ്ധിയെ നശിപ്പിക്കുന്നത്, ബുദ്ധിയെ മാറ്റി നിർത്തപ്പെട്ടത് എന്നാണ് അതിനെക്കുറിച്ച് വിവരിക്കുന്നത്. നമുക്കറിയാൻ കഴിയും, ഖുർആൻ അവതരിക്കുന്ന സമയത്ത് അറേബ്യയിൽ മദ്യ പുഴ തന്നെ ഒഴുകി എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങൾ മദ്യത്തിലും സ്ത്രീകളിലും ആകൃഷ്ടരായി വലിയ നീചമായ ഒരു ജീവിതം നയിക്കുന്ന കാലത്താണ് പ്രവാചകൻ ബോധത്തിനായി ഈ ലോകത്ത് അവതരിക്കുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞതുകൊണ്ടാണ് മദ്യം പുറത്തിലാക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നമസ്കാരത്തെ എഴുതരുത് എന്നാണ് പറഞ്ഞത്. ചടങ്ങിൽ ദേശീയവേദി പ്രവർത്തകർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യോഗത്തിൽ ദേശീയവേദി പ്രസിഡന്റ് AM സിദ്ദിഖ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. നാസർ മൊഗ്രാൽ, സയ്യിദ് ഹാദി തങ്ങൾ, ഹമീദ് കാവിൽ, MA അബ്ദുറഹ്മാൻ സുത്തിമുല്ല, MP അബ്ദുൽ ഖാദർ, മുഹമ്മദ് ഇജാസ് PP, വിജയകുമാർ, KP മുഹമ്മദ് സ്മാർട്ട്, BA മുഹമ്മദ് കുഞ്ഞി, അഷ്റഫ് സാഹിബ്, ഗൾഫ് പ്രതിനിധി PV അൻവർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പരിപാടിക്ക് MM മൂസ, MM റഹ്മാൻ, MGA റഹ്മാൻ, MS മുഹമ്മദ് കുഞ്ഞി, TK ജാഫർ, മുഹമ്മദ് അബ്കോ, HM അബ്ദുൽ കരീം, അബ്ദുള്ള കുഞ്ഞി കോട്ടക്കുന്ന്, അബ്ദുള്ള കുഞ്ഞി നെഡ്പളം, റിയാസ് കരീം, TA ജലാൽ, അഷ്റഫ് പെർവാഡ്, K മുഹമ്മദ് കുഞ്ഞി നാങ്കി, അനീസ് കോട്ട, MA ഷരീഫ് ഹുബ്ലി, അബ്ദുൾ റഹ്മാൻ, ഹസൻ ലോൺട്രി, ഖാലിദ് നാങ്കി, മുഹമ്മദ് കിത്തി എന്നിവർ നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി PM മുഹമ്മദ് കുഞ്ഞി ടൈൽസ് സ്വാഗതവും ട്രഷറർ MA അബൂബക്കർ സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൊഗ്രാൽ. ജനാധിപത്യത്തെ കശാപ്പു ചെയ്തവർ ജനാധിപത്യാവകാശങ്ങളെക്കുറിച്ച് വാചാലരാകുന്നുവെന്ന് BJP സംസ്ഥാന വക്താവ് TP ജയചന്ദ്രൻ. അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിന്റെ 51ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത കോൺഗ്രസ് പാർട്ടിയുടെ പുതുതലമുറ നേതാക്കൾ ജനാധിപത്യാവകാശങ്ങളെക്കുറിച്ച് വാചാലരാകുന്നുവെന്നും തന്റെ മുൻഗാമികൾ നടത്തിയ മനുഷ്യാവകാശ ധ്വംസനത്തെ തള്ളിപ്പറയാൻ തയ്യാറാകാതെ പോക്കറ്റിൽ ഭരണഘടനയും കൊണ്ടു നടക്കുന്ന രാഹുൽ ഗാന്ധി സ്വയം പരിഹാസ്യനാവുകയാണെന്നും BJP സംസ്ഥാന വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. ഞാനും എൻ്റെ പാർട്ടിയും നിൽക്കുന്നത് ഭരണഘടന സംരക്ഷിക്കാനാണെന്നും ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനാണെന്നും പറയുമ്പോൾ എന്ത് കൊടിയ അനീതിയാണ്, എൻ്റെ നാടൻ ഭാഷ എന്ത് ചെറ്റത്തരമാണ് യഥാർത്ഥത്തിൽ ആ യുവ നേതാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 1971 മൃഗീയ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മാതാവ് ഇന്ദിരാഗാന്ധിക്ക് ജനങ്ങൾ അധികാരം നൽകി. വേണമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള, ഒറ്റയ്ക്ക് ഭേദഗതി ചെയ്യാനുള്ള, എന്തും നടപ്പിലാക്കാനുള്ള അധികാരമാണ് കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധിയുടെ കൈകളിലേക്ക് ഇന്ത്യൻ ജനത വെച്ചു കൊടുത്തത്. ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ 42ാമത് ഭരണഘടനാ ഭേദഗതി പൗരനുള്ള അവകാശങ്ങളെ ഭരണകൂടത്തിന്റെ ഔദാര്യമാക്കി മാറ്റി. നിർബന്ധിത വന്ധ്യകരണവും അതിക്രൂര മർദ്ദനവും ഉണ്ടായിട്ടും ഈ രാജ്യത്തെ ജനങ്ങൾ സംയമനം വെടിഞ്ഞില്ല. ഒരു സർക്കാരിന്റെ കരിനിയമങ്ങൾക്കും ക്രൂരമായ മർദ്ദനങ്ങൾക്കുമെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ചത് ഒരുപക്ഷെ ഭാരത ജനത മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടിയന്തരാവസ്ഥ പോരാളികളുടെ ത്യാഗവും സഹനവും എക്കാലവും നാം നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ടെന്നും ഇതിനെക്കുറിച്ച് യുവതലമുറയെ ബോധവാന്മാരാക്കേണ്ടതുണ്ടെന്നും ജയചന്ദ്രൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. BJP ജില്ലാ അധ്യക്ഷ ML അശ്വനി അധ്യക്ഷത വഹിച്ചു. 60ഓളം അടിയന്തരാവസ്ഥ പോരാളികളെ സമ്മേളനത്തിൽ ആദരിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി,
സവിത ടീച്ചർ, രാമപ്പ മഞ്ചേശ്വരം, എ വേലായുധൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PR സുനിൽ, N ബാബുരാജ്, മനുലാൽ മേലത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് M ഭാസ്കരൻ, OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി KS ഷൈബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിമുക്ത സമാജം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച തൂഫാൻ ദി നാർക്കോ ഹണ്ട് ക്യാമ്പയിൻ ശ്രദ്ധേയമായി. മഞ്ചേശ്വരം പോലീസും വ്യാപാര വ്യവസായ ഏകോപന സമിതിയും സംയുക്തമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഉപ്പള മുതൽ തലപ്പാടി വരെ നീണ്ടുനിന്ന ലഹരിവിരുദ്ധ റാലിക്ക് കാസർഗോഡ് ASP അച്യുത് അശോക് IPS നേതൃത്വം നൽകി. മഞ്ചേശ്വരം MLA AK അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് 3 മണിയോടെ ആരംഭിച്ച റാലിയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അണിചേർന്നു. സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച പരിപാടിയിൽ ലഹരിക്കെതിരായ പ്രതിജ്ഞയും നടന്നു. ലഹരിയുടെ പിടിയിൽ നിന്ന് യുവതലമുറയെ മോചിപ്പിക്കാനും ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാനും എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് ASP അച്യുത് അശോക് പറഞ്ഞു. ജീവനെ തെരഞ്ഞെടുക്കൂ, ഭാവിയെ തെരഞ്ഞെടുക്കൂ എന്ന സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് SPC സ്റ്റുഡന്റുകൾ, ഡ്രാമ കെയർ അംഗങ്ങൾ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ റാലിയിൽ അണിനിരന്നു. ചടങ്ങിൽ സൈഫുല്ല തങ്ങൾ, വ്യാപാരി സംഘടനാ നേതാക്കളായ ഹമീദ് ഹൊസങ്കടി, ഹസൈനാർ, അസീസ് മരികെ, മഞ്ചേശ്വരം SI, ജനമൈത്രി പോലീസ് പ്രതിനിധി മധു തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെയും മഞ്ചേശ്വരം പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ ക്യാമ്പയിൻ ലഹരി മാഫിയകൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പായി മാറി. വരും ദിവസങ്ങളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള ലോട്ടറിക്കുള്ള GST 18% ആവശ്യം. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TB സുബൈർ ഉദ്ഘാടനം ചെയ്തു. 14 രൂപ 29 പൈസ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ 7.25 കോടി രൂപയാണ് ഒരു ദിവസം നമ്മൾ ടാക്സായി മാത്രം ഈ മേഖലയിൽ നിന്ന് മാറ്റുന്നത്. അന്ന് അങ്ങനെ 7.25 കോടി രൂപ ടാക്സ് ഇനത്തിൽ കൊടുക്കേണ്ടതില്ല. അന്ന് 25,000 ഉണ്ടായതും സത്യമാണ്. ഇത് 19,000 ഉള്ളൂ. ഒരു 5,000ന്റെ സമ്മാനം നൽകണമെങ്കിൽ 54 ലക്ഷം രൂപ വേണം. അങ്ങനെ 5,000ന്റെ സമ്മാനം കുറവ് വരുമ്പോൾ ഏതാണ്ട് 3 കോടി 24 ലക്ഷം രൂപയാണ് നമുക്ക് അധികമായി കാണേണ്ടത്. ജില്ലാ പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ TV വിനോദ് സംസാരിച്ചു. കൺവെൻഷനിൽ യൂണിറ്റ് അംഗമായ അനിതയ്ക്ക് ചികിത്സാ സഹായധനം സംസ്ഥാന ജനറൽ സെക്രട്ടറി TB സുബൈർ കൈമാറി. കേരള സംസ്ഥാന ലോട്ടറിക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ 40% GST 18% കുറക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ലോട്ടറി മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ഏജന്റുമാരുടെ വിൽപ്പനക്കാരുടെയും ജീവിതം സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 69ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രൊമോ വീഡിയോ റിലീസിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ജാഥയും സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 69ാം സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഐങ്ങോത്ത് നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് KGNA സംസ്ഥാന പ്രസിഡന്റ് T ഷൈനി ആന്റണി പതാക ഉയർത്തി. പ്രതിനിധികളെ സ്വാഗത ഗാനത്തോടെ വരവേറ്റു. സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഷൈനി ആന്റണി അധ്യക്ഷത വഹിച്ചു. FSC ആൻഡ് വർക്കേഴ്സ് ജനറൽ സെക്രട്ടറി GR പ്രമോദ് എന്നിവർ സംസാരിച്ചു. സംഘാടക KGNA സംസ്ഥാന ജനറൽ സെക്രട്ടറി T സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കേശവ്ജി സ്മാരക ഗ്രന്ഥാലയത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന PN പണിക്കർ അനുസ്മരണം നടത്തി. പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. നവോത്ഥാന നായകൻ സ്വാമി ആനന്ദ തീർത്ഥരുടെ ജീവിതത്തെ ആധാരമാക്കി എഴുതപ്പെട്ട നോവൽ ചേയായുടെ ചർച്ച സംഘടിപ്പിച്ചു. V സുരേഷ് കുമാർ പുസ്തക പരിചയം നടത്തി. ഡോക്ടർ അംബേദ്കറോടൊപ്പം ആരാധിക്കേണ്ടുന്ന വ്യക്തിത്വമാണ് സ്വാമി ആനന്ദ തീർത്ഥരുടേതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ മനുഷ്യൻ ഇത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തിൻ്റെ
ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന ഒന്നുകൂടി കൂടുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ പുസ്തകം വായിച്ച് തീർത്തു. ഇപ്പോൾ ഗോമാഷ് പറഞ്ഞാലൊക്കെ ഒരു പുസ്തക ചർച്ചയിൽ ഒതുങ്ങേണ്ടതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് നമുക്ക് തോന്നുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നാലമ്പല യാത്ര പോലെ യാത്രകളൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇതിനൊന്നും പറ്റാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി സജ്ജമാക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം അത് നമുക്ക് മാതൃകയാണ്. നമ്മൾ അദ്ദേഹത്തെ ഇനിയും ഏറെ ഈ സമൂഹത്തിന് വേണ്ടി പകർത്താനുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ജൂൺ മാസം 19 മുതൽ ജൂലൈ മാസം 7-ാം തീയതി വരെയുള്ള 19 ദിവസക്കാലം വായനാ പക്ഷാചരണമായി ആചരിച്ചു വരികയാണ്. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന PN പണിക്കർ അനുസ്മരണം നടത്തി. നോവലിസ്റ്റ് R ഉണ്ണിമാധവൻ എഴുത്തനുഭവം പങ്കുവച്ചു. MK ഗോപകുമാർ, M അനിൽകുമാർ, സുരു കൊമ്പിച്ചടുക്കം, സനൂഷ് മനിയേരി, രാജേഷ് നർക്കല തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഗോപി മുളവന്നൂർ സ്വാഗതവും PV ജയരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ഓഗസ്റ്റ് 2-ന് പെരിയയിൽ നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ഓഗസ്റ്റ് 2-ന് പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ സംഘാടക സമിതി രൂപീകരണ യോഗം പെരിയ ശേഖരൻ നായർ സ്മാരക ഹാളിൽ വെച്ച് നടന്നു. CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം N ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി രൂപീകരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിച്ചു. അനീഷ് ദീപം അധ്യക്ഷത വഹിച്ചു. പെരിയ ലോക്കൽ സെക്രട്ടറി ഇൻചാർജ് ഷാജീവൻ ആയമ്പാറ, P കൃഷ്ണൻ, സമിതി ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി, ഏരിയ സെക്രട്ടറി KV ദിനേശൻ, ഏരിയ ട്രഷറർ സുകുമാരൻ, KV സത്യൻ പടന്നക്കാട്, ദേവി രവീന്ദ്രൻ, TK ബാലൻ, ബാലകൃഷ്ണൻ മാസ്റ്റർ, മണികണ്ഠൻ പുളിക്കാൽ, മോഹനൻ ആയമ്പാറ, MV സുമ, സരോജിനി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി ഷാജീവൻ ആയമ്പാറയെയും കൺവീനറായി KV ദിനേശൻ കാഞ്ഞങ്ങാടിനെയും ജോയിന്റ് കൺവീനർമാരായി T സത്യൻ, TK ബാലൻ, ഭരതരാജ് എന്നിവരെയും വർക്കിംഗ് ചെയർമാൻമാരായി N ബാലകൃഷ്ണൻ പെരിയ, മുഹമ്മദ് മുറിയനാവി, വൈസ് ചെയർമാൻമാരായി P കൃഷ്ണൻ, KV സുകുമാരൻ, ട്രഷററായി അനീഷ് ദീപത്തെയും വിവിധ സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി റാണിപുരം റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പനത്തടി മുതൽ റാണിപുരം വരെയുള്ള റോഡരികിലെ കാട് ശ്രമദാനത്തിലൂടെ കൊത്തി വൃത്തിയാക്കി. പനത്തടി റാണിപുരം റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പനത്തടി മുതൽ റാണിപുരം വരെയുള്ള റോഡരികിലെ കാട് ശ്രമദാനത്തിലൂടെ കൊത്തി വൃത്തിയാക്കി. ദിനംപ്രതി 100കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാട് കാരണം വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കുമുണ്ടാകുന്ന അപകട സാധ്യതകൾ പരിഹരിക്കാനുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. പ്രവൃത്തി പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. റോഡ് സംരക്ഷണ സമിതി ചെയർമാൻ S മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KJ ജെയിംസ്, KB രതീഷ്, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B സുരേഷ്, സമിതി കൺവീനർ CS സനൽകുമാർ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ബളാൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി രാജീവ് തോമസ്, DYFI പനത്തടി മേഖലാ പ്രസിഡന്റ് സുനീഷ് KS, മുൻ പഞ്ചായത്ത് അംഗം B സജിനിമോൾ, ഷാജി ചാരാത്ത, EK അനിൽകുമാർ, PV രാമചന്ദ്രൻ, ജയ്മോൻ ജോസ് പാണത്തൂർ, BK സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാൻ 11.43 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിൽ. ഉറ്റവർ മൃതദേഹം ഏറ്റുവാങ്ങിയില്ല. നാരായണന് ചിതയൊരുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാൽ. ലോകകപ്പ് ഫുട്ബോൾ പോർച്ചുഗൽ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും ഉയരം കൂടിയ കട്ടൌട്ട് സ്ഥാപിച്ച് പോർച്ചുഗൽ ഫാൻസ്. 62 അടിയോളം ഉയരമുള്ള കട്ടൌട്ടാണ് പൂച്ചക്കാട്ടെ റൊണാൾഡോ ഫാൻസ് സ്ഥാപിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ ലഹരി വിരുദ്ധ റാലി. ചന്ദേര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. ജനാധിപത്യത്തെ കശാപ്പു ചെയ്തവർ ജനാധിപത്യാവകാശങ്ങളെക്കുറിച്ച് വാചാലരാകുന്നുവെന്ന് BJP സംസ്ഥാന വക്താവ് TP ജയചന്ദ്രൻ. അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം നടന്നു.
അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. തൂഫാൻ ദി നാർക്കോ ഹണ്ട് ക്യാമ്പയിൻ ശ്രദ്ധേയമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.